സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 100 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും എന്തെങ്കിലും സ്കൂളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ബാങ്കിൽ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. ഒരു പാസ്ബുക്ക് കയ്യിൽ കൊടുത്തേക്കാം പോക്കറ്റ് മണിയൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ഇട്ട് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് ഇനീഷ്യലി ഒരു പൈസയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ബേസിക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇവരെ പതുക്കെയൊക്കെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇത്തിരിശയൊക്കെ പൈസ സേവ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ബേസിക്സ് ചെറുപ്രായത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാബിറ്റ് ആവും. അതിനേക്കാൾ ഇവർ കിട്ടുന്ന പൈസ മൊത്തം ചിലവാക്കാനുള്ളല്ല എന്നുള്ളത് ഇവർക്ക് തലയിൽ കയറിക്കൊണ്ടിരിക്കും. മനസ്സിലായി. അപ്പോൾ അത് ബിഗിനിങ്ങിൽ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട പാഠങ്ങളാണ്. അതെ, അത് വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂൾ സിസ്റ്റത്തിനെ കുറെ കുറ്റം പറയും. അപ്പോൾ സ്കൂൾ സിസ്റ്റത്തിന് പറയും സ്കൂളിൽ പണത്തെ പറ്റി പഠിപ്പിക്കുന്നില്ല എന്ന്. വീട്ടിൽ പഠിപ്പിച്ചൂടെ? അപ്പോൾ ഇത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു ബൾക്ക് മണിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അന്യാധീനപ്പെട്ട് പോകരുതെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവും. ഇങ്ങനെ ഒരു സാധനം തലയിൽ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരിക്കലും ഒരു സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാൻ പറ്റില്ല. അതിനേക്കാളും വർദ്ധിപ്പിക്കാനേ ഇവർക്ക് പറ്റുള്ളൂ. ഇവരെല്ലാം ആരായാലും ഇവരെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്.